നമസ്കാരം. നമ്മുടെ ഇവിടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു പ്രേമ സെഷൻ. നമ്മൾ തയ്യാറാക്കുന്നത് സാധാരണ വ്യത്യസ്തമായി ഒരു വടയാണ്. സാധാരണ വടയല്ല, പൊട്ടറ്റോ വട. തയ്യാറാക്കുന്നത് അമ്മയാണ്. നമസ്കാരം, എൻ്റെ പേര് റോഷ്നി. നമ്മളിന്ന് പൊട്ടറ്റോ വടയാണ് തയ്യാറാക്കുന്നത്. ഒട്ടും എണ്ണ പിടിക്കാതെ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. ശരി, നമുക്കൊന്ന് വീട് പോകാം. ശരി. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്? 3 ഇടത്തരം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി മഞ്ഞളും ഉപ്പും നീരും മാത്രം ചേർത്ത് വേവിച്ച് ചെറിയ ജാറിൽ നന്നായിട്ട് അടിച്ചെടുത്തതാണ് ഇത്. പിന്നെ വേണ്ടത് നമുക്ക് ഗോതമ്പ് പൊടിയാണ്. അളവ് നമുക്ക് 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആവശ്യമനുസരിച്ച് നമുക്ക് ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, 2 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 തണ്ട് വേപ്പില എടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ, ഉപ്പ് നീര്, ഒരു മുട്ട. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. പാചകത്തിലോട്ട് പോകാം. അതൊരു മുട്ട പോലെ അതെ പൊട്ടിക്കാൻ, അതാണ് ആദ്യത്തെ പരിപാടി. ഉരുളക്കിഴങ്ങ് ഇടണല്ലേ? അതെ, ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തുണ്ട്. അതിനനുസരിച്ച് പിന്നെ ഒരല്പം ഉപ്പ് നമുക്ക് അതിൽ ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് ഗോതമ്പ് പൊടി കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അതിലേക്കല്ലേ? അതെ, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി അല്ലേ? അതെ, കുരുമുളകും ഒരു 1/4 ടീസ്പൂൺ നമ്മൾ ഇടണം. ഗരം മസാല അതൊരല്പം മതി നോക്കണം. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാതെ. അതെ, എല്ലാ കൂട്ടം ആയിട്ടുണ്ട്. പൊടി ആവശ്യം നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ 2 ഗ്ലാസ് പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ടല്ലേ? അതെ, നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പം നമ്മൾ കുഴച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്ത് കോരി എടുക്കാം. ശരി ശരി, മൂടി വെക്കാം നമുക്ക്. ചട്ടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ വറുത്ത് വരണത്. വെളിച്ചെണ്ണ ചൂടാവണ നേരം കൊണ്ട് നമുക്കിത് മാവ് ഒരു കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് കയ്യിൽ തടവിയതിന് ശേഷം നമ്മളിത് പരത്തിയെടുത്തത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. എണ്ണ ചൂടാട്ടെ.
പായ് വരുന്നുണ്ട് നമുക്ക് വട. കുട്ടികൾക്കും കൂടിയും കണക്കാക്കിയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് അധികം എരിവൊന്നും ചേർത്തിട്ടില്ല. മുതിർന്നവർക്കും എരിവ് ഇഷ്ടപ്പെടുന്നവർക്കും ഇതിൽ ഈ കൂട്ടി തന്നെ കുറച്ച് എരിവ് കൂട്ടി ചേർത്ത് മസാലപ്പൊടി. അതെ അതെ. ഇപ്പം നമുക്ക് വറവായിട്ടുണ്ട്. നമുക്ക് വറുത്തത് കോരിയെടുക്കാം കേട്ടോ. എണ്ണയൊന്നും ഒട്ടും കുടിക്കാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വട തയ്യാറാക്കി എടുക്കാം. നമുക്ക് ഇതേപോലെ എല്ലാം വറുത്ത് വരാം. പൊട്ടറ്റോ വട റെഡിയായിരുന്നു മോനെ. മോനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. അപ്പം സോസിലൊക്കെ മുക്കി. അതെ. ഒരു 4 മണി പലഹാരമായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഒരു രക്ഷയില്ലാതെ സൂപ്പറായിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഉഴുന്ന് ഉപയോഗിച്ചിട്ടാണ് വട തയ്യാറാക്കുന്നത്. അതിന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് കഴിക്കുമ്പോൾ അതിൻ്റെതായ ടേസ്റ്റും വെറൈറ്റിയും വേറെ ഒന്ന് തന്നെയാണ്. തീർച്ചയായും നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. അതുവരെ നമസ്കാരം.